നമസ്കാരം. മുംബൈ തുറമുഖത്തേക്ക് ഇന്ന് രാവിലെ നിശബ്ദനായി കടന്നുവന്ന ആ കപ്പൽ ഇന്ത്യൻ ഊർജ്ജ മേഖലയുടെ ശ്വാസം തിരിച്ചു നൽകുന്ന ഒന്നാണ്. പേര് ഷെൻലോങ്. ലൈബീരിയൻ പതാകയുണ്ടെങ്കിലും കപ്പലിന്റെ അമരത്ത് ക്യാപ്റ്റൻ സുശാന്ത് സിംഗ് സന്ധു എന്ന ഇന്ത്യൻ നാവികന്റെ പോരാട്ടവീര്യമുണ്ട്. ഫെബ്രുവരി 28-ന് ഇറാൻ അമേരിക്ക യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ ചോക്ക് പോയിന്റായ ഹോർമുസ് കടലിടുക്ക് കടന്ന് ഇന്ത്യയിലെത്തുന്ന ആദ്യ ക്രൂഡ് ഓയിൽ ടാങ്കറാണിത്. ഇതൊരു സാധാരണ ചരക്കുനീക്കമല്ല, മറിച്ച് മുഖത്തു നിന്നുള്ള ഒരു ഹൈസ്റ്റേക്ക് സ്റ്റെൽത്ത് ഓപ്പറേഷനായിരുന്നു. സൗദി അറേബ്യയിലെ റാസ് തനൂറയിൽ നിന്ന് 1.35 ലക്ഷം മെട്രിക് ടൺ എണ്ണയുമായി മാർച്ച് 3-നാണ് ഷെൻലോങ് യാത്ര തുടങ്ങിയത്. എന്നാൽ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴിയിൽ കാത്തിരുന്നത് ലോകത്തെ വിറപ്പിക്കുന്ന യുദ്ധ കാഴ്ചകളാണ്. ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങളും കപ്പലുകൾക്ക് നേരെയുള്ള മിസൈൽ വർഷങ്ങളും കാരണം ഹോർമുസ് കടലിടുക്ക് ഒരു മരണക്കെണിയായി മാറിയിരുന്നു. കഴിഞ്ഞ ദിവസം പോലും ഇന്ത്യയിലേക്ക് വരികയായിരുന്ന മയൂരി നാരി എന്ന കപ്പൽ ഇവിടെ ആക്രമിക്കപ്പെട്ടു. അത്തരമൊരു ഭീകരമായ അന്തരീക്ഷത്തിലേക്കാണ് ഷെൻലോങ് പ്രവേശിച്ചത്. മാർച്ച് 8-ന് കപ്പൽ ഹോർമുസ് കടലിടുക്കിന് സമീപമെത്തി. അവിടെ വെച്ച് ക്യാപ്റ്റൻ സുശാന്ത് സിംഗ് സന്ധു നിർണായകമായ ഒരു തീരുമാനമെടുത്തു. കപ്പലിന്റെ AIS അഥവാ ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ട്രാൻസ്പോണ്ടറുകൾ അദ്ദേഹം ഓഫ് ചെയ്തു. അന്താരാഷ്ട്ര നിയമപ്രകാരം സാധാരണ നിലയിൽ ഇത് കുറ്റകരമാണെങ്കിലും ശത്രുവിന്റെ ഡ്രോൺ നിരീക്ഷണങ്ങളിൽ നിന്നും സിഗ്നൽ ജാമുകളിൽ നിന്നും രക്ഷപ്പെടാൻ ക്യാപ്റ്റന് മുന്നിൽ മറ്റൊരു വഴിയുണ്ടായിരുന്നില്ല. ഡാർക്ക് മോഡിൽ റഡാറുകളിൽ നിന്നും അദൃശ്യനായി ഷെൻലോങ് ആ അപകട മേഖലയിലൂടെ നീങ്ങി. ഏതൊരു നിമിഷവും ഒരു ഡ്രോൺ തങ്ങളുടെ നേരെ വന്നേക്കാം എന്ന ഭീതിയിൽ 29 ജീവനക്കാരുടെ ജീവൻ കൈപ്പിടിയിലൊതുക്കിയാണ് ആ ഇന്ത്യൻ ക്യാപ്റ്റൻ കപ്പലിനെ നയിച്ചത്. മാർച്ച് 9-ന് കടലിടുക്ക് കടന്ന് സുരക്ഷിത മേഖലയിലെത്തിയപ്പോൾ മാത്രമാണ് കപ്പൽ വീണ്ടും സിഗ്നലുകൾ പുറത്തുവിട്ടത്. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ആവശ്യത്തിന്റെ പകുതിയിലേറെയും ഈ പാതയിലൂടെയാണ് വരുന്നത്. 28ഓളം ഇന്ത്യൻ കപ്പലുകൾ ഇപ്പോഴും യുദ്ധമേഖലയിൽ കുടുങ്ങിക്കിടക്കുമ്പോഴാണ് ഷെൻലോങ്ങിന്റെ ഈ വിജയം രാജ്യത്തിന് ആശ്വാസമാകുന്നത്. മുംബൈയിലെ ജവഹർ ദ്വീപിൽ നങ്കൂരമിട്ട ഈ കപ്പലിലെ എണ്ണ മാഹുലിലെ റിഫൈനറികളിലേക്ക് മാറ്റുന്നതോടെ ഇന്ത്യയുടെ ഇന്ധനക്ഷാമത്തിന് ചെറിയൊരു ആശ്വാസമാകും. ഇതൊരു ഡിപ്ലോമാറ്റിക് പരേഡല്ല, മറിച്ച് തന്ത്രപരമായ ബുദ്ധിശക്തിയുടെയും ധീരതയുടെയും വിജയമാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു ഇന്ത്യൻ ക്യാപ്റ്റന്റെ കൃത്യമായ തീരുമാനങ്ങൾ എങ്ങനെ ഒരു രാജ്യത്തിന്റെ ഇന്ധന സുരക്ഷയെ സംരക്ഷിക്കുന്നു എന്നതിന് ഉദാഹരണമാണ് ഷെൻലോങ്. യുദ്ധത്തിന്റെ കരിനിഴലുകൾക്കിടയിലും ഇന്ത്യയുടെ ഊർജ്ജ സ്വപ്നങ്ങൾ വാടാതെ കാത്ത ആ പോരാളികൾക്ക് അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്.